ഹലോ എവരി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൊബൈൽ ഫോൺ അഡിക്ഷൻസിനെ കുറിച്ചാണ്. അതും കുട്ടികളിലുള്ള മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കാം. എങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇതിവിടെ പറയേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, എസ്പെഷ്യലി പബ്ലിക് ഏരിയാസിലൊക്കെ ചെല്ലുമ്പോൾ, ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ ചില ഷോപ്പുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അങ്ങനെയുള്ള പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മിക്കവാറും കണ്ടിട്ടുള്ളത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ 3-4 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾ തൊട്ട് കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ ഫോൺസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 3-4 മണിക്കൂറൊക്കെ ഇരുന്നങ്ങ് കാണുകയാണ്. അവരുടെ കൂടെ മാതാപിതാക്കളുണ്ട്, അതുപോലെ ഗ്രാൻഡ് പേരൻസും ഉണ്ടായിരിക്കും. ചില സ്ഥലത്തൊക്കെ ഞാൻ പറയാറുണ്ട്, ഇത്രയും നേരം കുഞ്ഞുങ്ങളെ കാണിക്കരുത്, ഇവരുടെ മെമ്മറിയെ വളരെയധികം ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പഠനത്തെ ഇത് ബാധിക്കുമെന്ന് പറയുമ്പോൾ ആണോ എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ ഫോൺ മാറ്റി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ചില റെയർ കേസുകളിൽ ചില മുത്തശ്ശിമാരൊക്കെ പറയും, പറഞ്ഞാൽ കേൾക്കത്തില്ല, എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് കൊടുക്കുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ മാതാപിതാക്കൾ അബോർഡായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കളായിരിക്കാം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം മുഴുവനും ഗ്രാൻഡ് പേരൻസിൻ്റെ തലയിലാവാം. അപ്പോൾ ഈ കുട്ടികളെ അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് അവർ കാണുന്ന ഒരു സൊല്യൂഷനാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും മറ്റും ചെറുപ്പം തൊട്ടേ, കുഞ്ഞു പ്രായത്തിൽ, അതായത് 3 വയസ്സ്, 2 വയസ്സ്, 1 വയസ്സ് തൊട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വലിയൊരു പ്രിവിലേജ് പോലാണ് ഇത്. ചില സ്ഥലങ്ങളിൽ ചില മാതാപിതാക്കൾ തുറന്നു പറയാറുണ്ട്, എൻ്റെ കുട്ടിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, അവൾ യൂട്യൂബറാണ്, അല്ലെ അവൻ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കുക, എന്തോ വലിയ ബാങ്ക് ബാലൻസ് സ്വന്തമായിട്ടുള്ള ആളുകളെ പോലാണ് ഇവരുടെ സംസാരം. നിങ്ങളൊന്നും ഓർക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് പല തരത്തിലുള്ള കലാവാസനകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള എബിലിറ്റീസൊക്കെ ഉണ്ടാവും. അത് സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചോളൂ, നോ പ്രോബ്ലംസ്. പക്ഷേ ഇത് ഇവരുടെ പേരിൽ അക്കൗണ്ട്സ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പല വിദേശ രാജ്യങ്ങളിലും 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. ഇവക നിയമങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ എന്താണ് വന്നിട്ടില്ലാത്തതെന്ന് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഫോൺ കൊടുക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, എത്ര മണിക്കൂർ അത് യൂസ് ചെയ്യുന്നു, യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ അവരെന്താണ് കാണുന്നത്, അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും അവർ ചാറ്റ് ചെയ്യുന്നുണ്ടോ, അവരെ ഫോളോ ചെയ്യുന്നത് ആരൊക്കെ, നല്ല ഫോളോവേഴ്സാണോ, അല്ലെങ്കിൽ ഒരുപാട് ഫേക്ക് ഫോളോവേഴ്സുകളും ഫേക്കായിട്ടുള്ള ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയാസിലുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയാതെ പോവുകയാണ്. ചില മാതാപിതാക്കൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഫോൺ അങ്ങ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ അച്ചീവ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ, ക്ലാസ്സിലെ ടോപ്പായി കഴിയുമ്പോൾ അവർ ചോദിക്കുന്നത് മൊബൈൽ ഫോൺസാണ്. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കും. അതോടുകൂടി അവരുടെ ഉത്തരവാദിത്വം കഴിയും. പിന്നെ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയാം, മാതാപിതാക്കൾക്ക് അറിയണ്ട. അവർക്ക് 100% സ്വന്തം കുട്ടികളെ അങ്ങേയറ്റം വിശ്വാസവുമാണ്. നമുക്കറിയാം, പല പോലീസ് കേസുകൾ എടുത്തു കഴിഞ്ഞാലും, പല ലഹരി കേസുകൾ എടുത്തു കഴിഞ്ഞാലും, പല ക്രിമിനൽ കേസുകൾ നോക്കിക്കഴിഞ്ഞാലും വളരെ മാന്യമായിട്ട് മാതാപിതാക്കളുടെ മുന്നിലും സമൂഹത്തിൻ്റെ മുന്നിലും സ്കൂളിലുമൊക്കെ ഉള്ള കുട്ടികൾ വളരെയധികം ക്രിമിനൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കേരളത്തിൽ തന്നെയാണോ, അല്ലെങ്കിൽ കേരളം എത്രത്തോളം മാറിപ്പോയി എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂൾ കൗൺസിലേഴ്സിനോടോ ടീച്ചേഴ്സിനോടൊക്കെ ഒന്ന് ചോദിക്കണം. 8ലും 10ലും അല്ലെങ്കിൽ 6ലും 7ലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മുഖത്ത് വിരൽ വെച്ച് പോകും. ദൈവമേ, ഈ ലോകത്ത് എങ്ങനെ നമ്മൾ ജീവിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുമെന്ന് നമ്മൾ വളരെയധികം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ക്രിമിനൽ കേസുകളുടെയൊക്കെ പുറകിൽ ഒരു വലിയൊരു ഘടകമായിട്ട് നിൽക്കുന്നത്, നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് മൊബൈൽ ഫോൺസാണ്.
കുട്ടികളെ മാത്രം, അതായത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഒടുവിൽ അവരെ കടക്കൽ വളയിടുക എന്ന് പറയുന്ന പോലെ അവരെ അവസാനം കൊണ്ടുവന്ന് നമ്മൾ കുറേ ചീത്ത വിളിച്ചിട്ടോ അല്ലെങ്കിൽ അടിച്ചിട്ടോ കുറേ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. കൊറോണയുടെ സമയത്താണ് മൊബൈൽ ഫോൺസൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് എത്തപ്പെടാൻ തുടങ്ങിയത്. കാരണം അവർക്ക് നോട്ട്സ്, ഓൺലൈൻ എക്സാംസുകൾ ലോകത്തിൽ മൊത്തം. പക്ഷെ അതിനുശേഷം വിദേശ രാജ്യങ്ങളിലൊക്കെ മൊബൈൽ ഫോൺസിന്റെ ഉപയോഗം കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ടില്ല. മാതാപിതാക്കൾക്കാണ് അക്കൗണ്ട്സ് ഉള്ളത്. അതിലേക്കാണ് വാട്സപ്പിൽ കൂടുതലും എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങളോ ഇൻഫർമേഷനോ വരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ കുഞ്ഞുങ്ങൾക്കും വാട്സപ്പ് ഉണ്ട്, ഓരോ കുഞ്ഞുങ്ങൾക്കും ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബേഴ്സാണ്. ഇതിന്റെയൊക്കെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ പലയിടത്തും അവരെന്താണ് കാണുന്നത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ എത്ര ടൈം മൊബൈൽ ഫോണിന്റെ യൂസേജ് ഫോണിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഏതൊക്കെ അക്കൗണ്ട്സിൽ എത്ര നേരം നിങ്ങളുടെ കുട്ടികൾ ചെലവഴിച്ചു എന്ന് നിങ്ങൾക്ക് തീർച്ചയായും അറിയാൻ സാധിക്കും. സെറ്റിംഗ്സിൽ പോയി നോക്കിയാൽ മതി. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇന്ന് തൊട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ അവർ പഠിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വളരെയധികം ഒരു പ്രോബ്ലത്തിൽ അവർ ചാടിയിട്ടോ പിന്നെ കിടന്ന് കരഞ്ഞിട്ട് വല്ല ഫലവുമുണ്ടോ? സോ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുമ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ ഇങ്ങനെ അലസമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കുട്ടികളെ അനുവദിക്കരുത്. അതിന് പകരം എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ കൊണ്ടുവന്ന് കൊടുക്കൂ. അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ഗൂഗിളിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൂടിയൊക്കെ അവർക്ക് നോക്കാൻ സാധിക്കും. അത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കുമല്ലോ. ഇനി ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ആളുകൾക്കൊക്കെ മിക്ക വീടുകളിൽ ഇപ്പോൾ ഉള്ളതാണ്. നമുക്ക് യൂട്യൂബുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള TV ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ TV-യുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ TV-യിൽ തന്നെയുണ്ട്. നമ്മുടെ മോണിറ്ററിങ്ങിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. മാത്രമല്ല TV-യിലും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കാണേണ്ടതും കാണേണ്ടാത്തതുമായിട്ടുള്ള ഏജ് തിരിച്ചിട്ടുള്ള ഡിഫറൻസിയേഷൻ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അറിയേണ്ട സമയത്ത് അറിയുക. അറിയേണ്ടാത്ത സമയത്ത് നമ്മളായിട്ട് എന്തിനാണ് കുട്ടികളുടെ തലയിൽ, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികളുടെ തലയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തി നിറയ്ക്കുന്നത്? ഒന്നും അറിയാത്ത പ്രായത്തില് ഒരുപാട് ചതിക്കുഴികൾ ഒഴിഞ്ഞിരിപ്പുണ്ട്. ഇതിലൊക്കെ പോയി ക്ലിക്ക് ചെയ്ത് പിന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ട് കാണാൻ തോന്നും. പിന്നെ അതിന് അഡിക്റ്റഡ് ആയി മാറും. പിന്നെ അത് പരീക്ഷിച്ച് നോക്കാൻ തുടങ്ങും. അവിടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. തെറ്റ് ഏതാണ്, ശരി ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. സോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു കാലം ഉണ്ടല്ലോ, ബാല്യകാലം അല്ലെ കൗമാരകാലം, അത് നമ്മൾ എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ വലിച്ചു നീട്ടുന്നത്? റബ്ബർ ബാൻഡ് പോലെയാണ്. എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ വലിച്ചു നീട്ടുന്നത് അനുസരിച്ചായിരിക്കും അവരുടെ ജീവിതം, മുന്നോട്ടുള്ള ജീവിതം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസോ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളൊന്ന് പുനർചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോൺസിനൊക്കെ ഒരു ടൈം ഏർപ്പാടാക്കി കൊടുക്കുക. ഒരു അരമണിക്കൂർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഗെയിം കളിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കണ്ട് ഫോൺ വാങ്ങിച്ചു വെക്കാൻ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങളുടെ കുട്ടികൾ അത് പറഞ്ഞ് അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കഴിവുകേട് തന്നെയല്ലേ? നമ്മളല്ലേ ഇതിനൊക്കെയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. വീണ്ടും റീതിങ്ക് ചെയ്ത് നോക്കുക. ഇനി വരാൻ പോകുന്ന പല ആപത്തുകളിൽ നിന്നും നമ്മുടെ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആസ് എ കൗൺസിലർ എന്ന നിലയ്ക്കും ഒരു പേരന്റ് എന്ന നിലയ്ക്കും ഞാൻ നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളാരും നിങ്ങളുടെ കുട്ടികളെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. എൻ്റെ കുഞ്ഞ് ഇങ്ങനെയല്ല, എൻ്റെ കുഞ്ഞ് ഇതൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് വളരെ പെർഫെക്റ്റാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള ചിന്തയൊക്കെ മാറ്റിവെക്കുക. കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. നമ്മുടെ കുട്ടികൾക്ക് എല്ലാം അറിയാം. നമ്മുടെ കുട്ടികൾ പല സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാലം മാറിയിരിക്കുകയാണ്. സോ അതറിഞ്ഞ് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. മാതാപിതാക്കള് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അറിയാവുന്ന ആളുകളെയും കൊണ്ട് കുഞ്ഞെന്താണ് ചെയ്യുന്നത് നമുക്ക് നിങ്ങളൊന്ന് നോക്കുക. ആരോടെയാണ് ചാറ്റ് ചെയ്യുന്നത്? ഇനി ലാസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു തരാനുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടോ യൂട്യൂബിൽ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുക. നിങ്ങളുടെ ഇതിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ കലാവാസനകളോ എബിലിറ്റീസോ ഒക്കെ അവർ ചെയ്തോട്ടെ. നോ ഇഷ്യൂസ്.
അതൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എപ്പോഴും മോണിറ്റർ ചെയ്യാനും സാധിക്കും. അവരുടെ കയ്യിൽ ഒരു ഫോണും കൊടുത്തിട്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. അപ്പോൾ എല്ലാവരും ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഒരു അവയർനെസ് കൊടുക്കുക, കാലം മാറിയെന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഒരു ചുമ്മാ ഒരു ഇട്ടാവിട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഒന്നും അറിയുന്നു. നമ്മൾ പത്രം എടുത്ത് നോക്കുന്നു, TV കാണുന്നു, കുറച്ച് വാർത്തകളൊക്കെ കേൾക്കുന്നു, അത് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ കുഞ്ഞെന്താണ് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. സമൂഹത്തിൽ നമ്മൾ അറക്കുന്ന പല കഥകളും ദിവസം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു സോ മച്ച്.